ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതുവരെയുള്ള ഒരു റിവ്യൂ, അതായത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗെയിമേഴ്സിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് അക്ബർ ഖാനാണ്. വിജയിക്കണം എന്ന് ഉറച്ച് എത്തിയിരിക്കുന്ന ഒരു മനസ്സാണ് പുള്ളിയുടേത്. ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ അഗ്രഗണ്യനാണ്. സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ മുമ്പോട്ട് പോകാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. നല്ല ജനപ്രീതിയും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. പ്ലാനിങ് 100% ആണ് കേട്ടോ. പക്ഷെ എക്സിക്യൂഷൻ ഒരു 60% കൊടുക്കാം. സക്സസ് ആവുന്നതൊക്കെ വളരെയധികം കുറവാണ്. പിന്നെ അനാവശ്യ സ്റ്റേറ്റ്മെന്റ്സ് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേറെ നാളുകൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പിടിച്ചു നിൽക്കാം. ഷാനവാസ് പ്രൊവോക്ക് ആവാതെ അപ്പാനി ശരത്ത്, അക്ബർ ഖാൻ ഇവരെയൊക്കെ ഈസി ആയിട്ട് പുള്ളിക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവരെയും പുള്ളി ശത്രുക്കളാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാലും ഹൗസിനകത്ത് കുറെ നാൾ പിടിച്ചു നിൽക്കും. പിന്നെ അപ്പാനി ശരത്ത് കലിപ്പ്, ദേഷ്യം, കുറെയൊക്കെ ഒരു റോക്കി ബായുടെ സ്വഭാവം, ഭാര്യയല്ലാത്ത പെണ്ണുങ്ങളോട് എല്ലാവരോടും ദേഷ്യമാണ്. മൊത്തത്തിൽ ഒതുങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആര്യൻ നല്ലൊരു ഫിസിക്കൽ ഗെയിമറാണ്. നെവിനോടൊരു ഇഷ്ടം പ്രേക്ഷകർക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുടെ ഉടായ്പ് കളികളും പിന്നെ ഈ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്ന ഒരു പരിപാടിയും അതെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ നെവിന്റെ മെയിൻ. നല്ലൊരു എന്റർടൈനർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അനീഷിന്റെ ഒരു ചൊറിയൻ ക്യാരക്ടർ എത്രത്തോളം വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ് നമ്മൾ കണ്ടു തന്നെ അറിയണം. അത് വളരെ കൺഫ്യൂസിങ് ആണ് പുള്ളിയുടെ ഗെയിം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്. കാരണം ഇത് വേറെ ഒരു സീസൺ പോലത്തെ ഒരു സീസൺ അല്ല, ഇതൊരു പണി സീസൺ ആണ്. അപ്പം അനീഷിന്റെ ചൊറിച്ചിൽ ഗെയിം എങ്ങോട്ടൊക്കെയാണിക്കും പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആരും തന്നെ അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. ബിഗ് ബോസിന്റെ പണികളും പരിപാടികളും ഒക്കെ കൊള്ളാം. ട്വിസ്റ്റുകളുടെ എണ്ണം കൂട്ടാതെ ഈ കൊടുക്കുന്ന ട്വിസ്റ്റുകൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു. കാരണം നിന്ന നിപ്പിലൊക്കെയാണ് ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും എത്ര ട്വിസ്റ്റാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. 4-5 ദിവസം കൊണ്ട് തന്നെ ഒരുമാതിരി 50 ദിവസമായ ഫീലാണ് ഈ സീസൺ. അപ്പൊ അത്രയും നല്ല രീതിയിൽ തന്നെ കളി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ട്വിസ്റ്റുകളുടെ എണ്ണം കുറച്ച് ട്വിസ്റ്റുകൾ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ കൊടുത്താൽ നല്ലതായിരുന്നു. പിന്നെ ഈ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആരും ആക്റ്റീവ് അല്ല എന്ന് ഞാൻ പറഞ്ഞത്, അവിടെ ഇവിടെ ഈ നാദില നൂറൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കേണ്ട സ്ഥലത്തൊക്കെ നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. പിന്നെ ബിന്നി സെബാസ്റ്റ്യൻ കൊള്ളാം. അതേപോലെ രേണുസുതി ഒട്ടും തന്നെ ആക്റ്റീവ് ആണെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടെ ഒക്കെ കളിയിലേക്ക് ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട്, ഇപ്പോൾ ഉള്ള സപ്പോർട്ട് വർദ്ധിച്ചേക്കാം എന്ന് തോന്നുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ സീസണെ പറ്റി 4 ദിവസത്തെ ഒരു റിവ്യൂ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തോന്നുന്നത്. ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മെയിൻ കളികൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ലാലേട്ടൻ എപ്പിസോഡും അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഇന്നിനിപ്പോൾ ജയിൽ നോമിനേഷൻ ഉണ്ട്, അതും വരാൻ പോകുന്നതേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.